ഹലോ വെൽക്കം ടു സിസ് മാർക്കറ്റേഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കിൽ മാപ്പിംഗ് അക്രോസ് മോഡ്യൂൾസ്. അതായത് എങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡ്യൂളുകളുണ്ട്. ഒരുപാട് മോഡ്യൂളുകളുണ്ട്. അതിൽ കുറച്ചാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് എങ്ങനെയായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, എയും ഈ മോഡ്യൂൾസും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് SEO പ്ലസ് AI എങ്ങനെയായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക. SEOയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കീവേഡ് റിസർച്ച് ഉണ്ട്, സെർച്ച് ഇൻറ്റൻറ്റ് കണ്ടെത്തുക, അതുപോലെ തന്നെ കോണ്ടൻറ്റ് ഗ്യാപ്പ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുക, ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ സെറ്റപ്പ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ SEO പഠിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യുക, ഔട്ട്ലൈൻ ക്രിയേഷൻ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് SEOയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ SEO ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നേരത്തെ, അതായത് AI ടൂൾസ് വരുന്നതിന് മുന്നേ നമുക്ക് ചില ടൂൾസൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു, എങ്കിലും നമ്മുടെ മാനുവൽ എഫോർട്ട് വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ മാനുവൽ എഫോർട്ട് കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഇത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ChatGPTയോ ജെമിനിയോ ക്ലോഡോ, എല്ലാ GPTസും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന ChatGPT അല്ലെങ്കിൽ ജെമിനി ഉപയോഗിച്ച് നിങ്ങളുടെ SEO പ്ലാനിങ്ങും നിങ്ങളുടെ ഇൻറ്റൻറ്റ് മാപ്പിങ്ങും ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും, ഇതിൽ കൂടാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് SEO ചെയ്യാനുണ്ട്. പക്ഷേ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഫ്രീ ടൂൾസ് ഉപയോഗിക്കാം. എന്നാൽ അത് കൂടാതെ ചില പെയ്ഡ് ടൂൾസുകളും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കൊരു ക്ലയൻറ്റിൻ്റെ പ്രൊജക്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ChatGPTയും ജെമിനിയും മാത്രം പോരാതെ മറ്റുള്ള കാര്യങ്ങളും കൂടെ, മറ്റുള്ള ചില ടൂൾസും കൂടെ ഉപയോഗിക്കാം. അതിനകത്ത് ഇപ്പോൾ സർഫർ SEO, അതുപോലെ തന്നെ ഫ്രേസ് എന്ന് പറയുന്ന ടൂൾ, ന്യൂറോൺ റൈറ്റർ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരികയും അതിൻ്റെ ട്യൂട്ടോറിയൽസും ട്രെയിനിങ്ങും അവരുടെ ഫീച്ചർ എന്താണെന്നൊക്കെ നമുക്ക് തന്നെ നോക്കി പഠിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഓരോ പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ സർഫർ SEOയ്ക്കകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവരെങ്ങനെയായിരിക്കും ഒരു കണ്ടൻറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, AI ഉപയോഗിച്ച് എങ്ങനെയായിരിക്കും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SEO പഠിച്ചു കഴിയുന്ന ഒരാൾക്ക് അതിനോടൊപ്പം തന്നെ AI ടൂൾസിൽ നമ്മൾ ChatGPTയിലും ജെമിനിയിലും അപ്ലൈ ചെയ്ത കാര്യം കൂടാതെ മറ്റുള്ള ടൂൾസ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇതും നമ്മൾ പഠിച്ചെടുക്കും. അപ്പോൾ ഇത് കൂടാതെ ഇതേപോലെ തന്നെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റുള്ള ടൂൾസും. അപ്പോൾ ഓരോ ടൂൾസും പല കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ചിലർ അവരുടെ കോണ്ടൻറ്റ് റൈറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ചിലത് മറ്റ് ചില കാര്യങ്ങളിലായിരിക്കും, കോമ്പറ്റീറ്റർ അനാലിസിസിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇവർ തരുന്ന പ്ലാറ്റ്ഫോം ഫീച്ചേഴ്സ് എങ്ങനെയാണ്, ഇവർ തരുന്ന ഡീറ്റെയിൽസ്, ഡേറ്റ എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ ഈ ഒരു സെക്ടറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. ChatGPTയിൽ 78% നമ്മളുടെ കോണ്ടൻറ്റിന് വിസിബിലിറ്റി ഉണ്ട്, പെർപ്ലക്സിറ്റിയിൽ എത്രയുണ്ട്, ക്ലോഡിൽ എത്രയുണ്ട്, ജെമിനിയിൽ എത്രത്തോളം കോണ്ടൻറ്റിന് വിസിബിലിറ്റി ഉണ്ട്, ഗൂഗിളിൻ്റെ AIയിൽ എത്രത്തോളം നമ്മുടെ കോണ്ടൻറ്റ് വിസിബിലിറ്റി ഉണ്ട്, ഇതെല്ലാം ഈ ഒരു ടൂൾ കാണിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതുപോലെ ഓരോ ടൂളിനും അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ന്യൂറോൺ റൈറ്റർ എന്ന് പറയുന്ന ടൂളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എത്രത്തോളം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് കോമ്പറ്റീറ്റേഴ്സ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, അവർ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളുടെ SEO കണ്ടൻറ്റ് എത്രത്തോളം ക്വാളിറ്റിയാണ്, കോപ്പിറൈറ്റഡ് ആണോ, AI കോണ്ടൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ ടൂൾസിലും വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്ന പല കാര്യങ്ങളും കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വിത്തൗട്ട് AI എന്ന് പറഞ്ഞാൽ, വിത്തൗട്ട് AI നമുക്ക് AI വരുന്നതിന് മുന്നേ നമ്മൾ പല ടൂൾസൊന്നും അധികം AI ഫീച്ചേഴ്സ് ഇല്ലാത്ത പല ടൂൾസുകളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്താലും ഒരു 5-6 മണിക്കൂർ റിസർച്ച് നമ്മൾ തന്നെ വേണ്ടി വരും. റിസർച്ച് ചെയ്തതിന് ശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു 30-40 മിനിറ്റ് കൊണ്ട് നമുക്ക് AI ടൂൾസ് ഉപയോഗിച്ച്, അത് നമുക്ക് വലിയ ക്ലയൻറ്റുകളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ChatGPTയോ ജെമിനിയോ ഒക്കെ ഉപയോഗിച്ച് ഇവിടെ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് റിസർച്ച് ചെയ്ത് ഡേറ്റ പ്രിപ്പയർ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം 5-6 മണിക്കൂർ എടുത്തിരുന്ന ജോലി ഇപ്പോൾ ഒരു 30-40 മിനിറ്റിൽ, അങ്ങേയറ്റം 1 മണിക്കൂറിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആഡ്സ് പ്ലസ് AI. നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സിലും മെറ്റയിലുമൊക്കെ നമ്മൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ചില കാര്യങ്ങൾ ഞാനിവിടെ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കാനാണ് ഈ വലിയ കാര്യങ്ങളൊന്നും ഇതിൽ എഴുതി വെക്കാത്തത്.
ഇതിനകത്ത് സാധാരണ ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് കോപ്പി ജനറേറ്റ് ചെയ്യേണ്ടി വരും, ക്രിയേറ്റീവ് ആംഗിൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ പേഴ്സണ ബിൽഡ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമുക്ക് പല കമ്പനികളിൽ നിന്നും ചെയ്യാനായിട്ട് നമ്മൾ ജോലിക്ക് കയറുകയാണെങ്കിലോ അതല്ല നമ്മൾ സ്വന്തം ബിസിനസ് വേണ്ടി ചെയ്യുവാണെങ്കിലും ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹുക്ക് എഴുതേണ്ടി വരും, അതുപോലെ തന്നെ ഹെഡ്ലൈൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ വേരിയേഷൻസ് എങ്ങനെയായിരിക്കും, A/B ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഞാൻ വരുന്നത് ടെക്നിക്കൽ ടേംസ്, മേ ബി നിങ്ങൾക്ക് അറിയാൻ മേലാത്ത വാക്കുകളൊക്കെ ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതും ഇതൊക്കെ എന്താണെന്നും പഠിക്കും. അതിനുശേഷം ഇത് ഇംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യണമല്ലോ. നമ്മളിത് പരസ്യത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നേരത്തെ ചെയ്തിരുന്നത് നമ്മുടെ ഓൺ മൈൻഡ് വെച്ച് നമ്മൾ തന്നെ എഴുതിയോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഡോക്സിലോ ഒക്കെ ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ബ്രെയിനായിട്ട് നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് ChatGPT യിലും ജെമിനിയിലും ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തെടുക്കുക. അതിനൊരു സിസ്റ്റവും ഫോർമാലിറ്റിയും ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം. പക്ഷേ ഈ പറഞ്ഞ സിസ്റ്റത്തിന് നമുക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻസും ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്പീഡും ഉണ്ടാകും. എന്തുപയോഗിച്ചുകൊണ്ട്? പല AI ടൂൾസും ഉപയോഗിച്ചുകൊണ്ട്. അത് കൂടാതെ തന്നെ സ്പെസിഫിക് ആയിട്ട് ആഡ്സ് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് AI ടൂൾസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്തുള്ള ചില ടൂൾസാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ AdCreative.ai എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഫീച്ചേഴ്സിൽ ആഡ് ക്രിയേറ്റീവ്സ് ഉണ്ട്, പ്രോഡക്റ്റ് ഫോട്ടോഷൂട്ട്, അതുപോലെ തന്നെ UGC വീഡിയോസ് AI ഉപയോഗിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ആഡ്സ് ക്രിയേഷൻ, ഇതെല്ലാം ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് AI ഇമേജ്. ഇത് കൂടുതലും ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, അവരുടെ ടൂളാണ്. ഇത് നമ്മൾ പഠിക്കുമോ ഇല്ലെന്നുള്ള നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന കമ്പനി ഇതുപോലെയുള്ളൊരു ടൂൾ, അവർ നല്ല പേയ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ടൂൾ നമുക്ക് പെയ്ഡ് ആക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഫ്രീ ട്രയൽസ് ഉപയോഗിച്ചും ഇവരുടെ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ചും ഇവരുടെ ബ്ലോഗ് ഉപയോഗിച്ചുമൊക്കെ ഈ ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കും. കോഴ്സിന് പുറമേ നമ്മൾ പഠിച്ചെടുക്കേണ്ട പല കാര്യങ്ങളാണിത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിലൊക്കെ പോയി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ AI ടൂൾസിൽ പോയി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അതിനുശേഷം ഇത് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിച്ചെടുക്കണം. അതാണ് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ് നമ്മൾ കൃത്യമായ ഒരു ഡയറക്ഷൻ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവും. അതല്ലാതെ ഇങ്ങനെ ഒരു ടൂളുണ്ട്, ChatGPT ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഗൂഗിൾ ആഡ്സ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്, മെറ്റയിൽ ഒരു ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. കാരണം ഇത് എവിടെ അപ്ലൈ ചെയ്യേണ്ടത്, എവിടെ എന്തൊക്കെ കണക്ട് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ മെറ്റയുടെ അഡ്വാൻറ്റേജ് പ്ലസ് AI ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറിയൊക്കെ മെറ്റ തന്നെ ഇപ്പോൾ ഓട്ടോ ഒപ്റ്റിമൈസ് ചെയ്യും. ഈ ക്ലാസ് കാണുന്ന നിങ്ങൾക്ക് മേ ബി ക്ലാസ് കാണുന്ന സമയത്ത് ഇതിനേക്കാൾ ഞാനിപ്പോൾ പറയുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളൊരു സമയത്തായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് ഇന്നിവിടെ ഞാൻ എഴുതിയിരിക്കുന്ന 7 കാര്യങ്ങൾ കൂടാതെ 8ാമതൊരു കാര്യം ചിലപ്പോൾ വരുമായിരിക്കാം. ഇത് ചിലപ്പോൾ ഒരു 10ഓ 15ഓ കാര്യങ്ങളാകുമായിരിക്കാം. പല ടൂൾസ് മാർക്കറ്റിൽ വരുമായിരിക്കാം. പക്ഷേ നമ്മളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ആഡ്സ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് AI ഉപയോഗിക്കേണ്ടത്, ഇവിടെ വന്ന പുതിയ മെത്തേഡ് എന്താണ്, ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇതുകൊണ്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സാധാരണ ചെയ്തിരുന്ന ഒരു ഗസ് വർക്കാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ഒരു ആഡ് ചെയ്താൽ ചിലപ്പോൾ വർക്ക് ആകുമായിരിക്കും ഇങ്ങനെ. അപ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി ഒന്നും അധികം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടെ AI ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായ ഡേറ്റയും യൂസറുടെ സൈക്കോളജിയും മാർക്കറ്റിന് ആ ഒരു ആഡ് ഫിറ്റ് ആകുമെന്നും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്തും ടെസ്റ്റ് ചെയ്തും ഒക്കെ നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് AI ഉപയോഗിച്ച് ആഡ്സ് ചെയ്യുന്ന സമയത്ത്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് AI കംപ്ലീറ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ AI അങ്ങ് ആഡ്സ് ചെയ്തോളുമെന്ന്. അങ്ങനെയല്ല, ഇവിടെ നമ്മൾ ഈ കാര്യം പഠിക്കുകയും AIയിൽ ഏത് ടൂൾസ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തിങ്കിങ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്.